Hey guys, welcome back to new video. So guys, ഇന്നത്തെ വീഡിയോ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഫുട്ബോൾ പ്ലെയർ, ക്രിക്കറ്റ്, അതുപോലെ ഫിറ്റ്നസ്, അങ്ങനത്തെ കുറച്ച് വിഭാഗമുള്ള ആൾക്കാർക്കാണ് മെയിൻലി ഞാൻ ഫോക്കസ് ചെയ്യണത്. ചിലർ ആരെങ്കിലുമൊക്കെ ഷിൻബോണിന് വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്യാറുണ്ടോ? എല്ലാവരും കാഫ് റൈസ് ചെയ്യും, നല്ല വെയിറ്റ് ഇട്ടിട്ട് പല വർക്കും ലെഗ് പ്രസ് അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ നമ്മൾ ഷിൻബോണിന് വേണ്ടി മാത്രം വർക്കൗട്ട് ചെയ്യണത് ഞാൻ കുറച്ച് റയർലി ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ മെയിൻലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷിൻബോൺ ശരിക്കും ഇഞ്ചുറി വരാനുള്ള ആൾക്കാർ വെച്ച് കഴിഞ്ഞാൽ ഫുട്ബോൾ പ്ലേയേഴ്സാണ്. നിങ്ങൾക്ക് കോമണിൽ ഏറ്റവും കൂടുതൽ അടി കിട്ടുന്നത് ഫുട്ബോൾ പ്ലേയേഴ്സ് ഷിന്നിൽ പക്ഷെ അവർ വർക്കൗട്ട് ചെയ്യാറില്ല. മൊത്തം ലെഗ് മാത്രമൊക്കെ വർക്കൗട്ട്, ലെഗും അപ്പർ ബോഡിക്ക് വർക്കൗട്ട് ചെയ്യാറുള്ളൂ. പക്ഷെ ഷിൻബോണിൽ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ റയാണ്. സോ ഇന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു കുറച്ച് ഷിൻബോൺ വർക്കൗട്ട്സ് ആണ്. കുറച്ചൊന്നുമില്ല, ഒരു വർക്കൗട്ടുള്ളൂ. അത് മെയിൻലി നമ്മളൊരു ഡെയിലി ചെയ്തില്ലെങ്കിലും, ഡെയിലി ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ കാഫ് റൈസ് ചെയ്യണ പോലെ തന്നെ ഷിൻബോണിലേക്കുള്ള വർക്കൗട്ടിനായിട്ട് ഡെയിലി ചെയ്താൽ മതി. ഒരു 25 വെച്ചിട്ട് ഒരു 3 സെറ്റ്സ് ചെയ്താൽ തന്നെ നമ്മുടെ ഷിൻബോൺ നല്ല രീതിയിൽ പവർഫുൾ ആയിട്ട് വരും. സോ നമുക്ക് നേരെ വീഡിയോ കിടക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും കാണുന്നുണ്ടെന്ന് വിചാരിക്കാം. സോ നമ്മളെല്ലാവരും കാഫ് റൈസ് ചെയ്യുന്നത് ചെയ്യാറ്. നോർമലി ഇവിടെ ഒരു പൊസിഷൻ നിന്നിട്ട് നമ്മൾ നോർമലി കാഫ് റൈസ് ചെയ്യും. അപ്പൊ മെയിൻലി അപ്പറിലേക്ക് പൊന്തുമ്പോൾ നമുക്ക് നേരെ കാഫിലേക്ക് മസിൽസിലേക്ക് കിട്ടുക. സോ അതേപോലെ തന്നെ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊസിഷനാണ് നമ്മുടെ ഷിൻബോൺ വരുന്നത്. അതിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ കാലിനെ വെച്ചിട്ട് അപ്പിലേക്ക് അപ്പ് ചെയ്താൽ മതി. നോർമലായിട്ട് 1 2 3 ആണ്. ഇങ്ങനെ അപ്പ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള സംഭവം പൊന്നണണ്ട, ഇവിടുത്തെ മസിൽ പൊന്നണണ്ട. 3 4 ഇവിടെ കറക്റ്റ് വരാം കേട്ടാ. 5 6 7 8 9 10. നെക്സ്റ്റ് 1 2 3 4 5 6 7 8 9 10. മെയിൻലി ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു നമ്മൾ മാക്സിമം ഒരു 15 വെച്ചിട്ട് ഒരു 3 സെറ്റ് ചെയ്താലും മതി. സാധാരണക്കാരാണെങ്കിൽ അത്ര ചെയ്താൽ മതി. പിന്നെ വേണമെങ്കിൽ റെസിസ്റ്റന്റ് ബാൻഡ് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. സംഭവം സെയിം സാധനം തന്നെ റെസിസ്റ്റന്റ് ബാൻഡ് വെച്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അറിയാം കുറച്ചുകൂടി റീഹാബ് ചെയ്യുന്ന ആൾക്കാർ കൂടുതൽ ചെയ്യണ്ടാവും. മോളിൽ ഷിൻബോണിലേക്ക് കൂടി വർക്കൗട്ട് ചെയ്യണ്ടാവും റെസിസ്റ്റന്റ് ബാൻഡ് വെച്ചിട്ട്. സോ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ട്, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടാണ്. അപ്പോൾ എല്ലാവരും ചെയ്യാൻ നോക്കുക. ബിക്കോസ് നമുക്ക് ബോഡി പാർട്സിൽ എല്ലാ പാർട്സും ഉള്ള പോലെ തന്നെയാണ് ഷിൻബോൺ. അതും കൂടി വീക്കാൻ പാടില്ല. ഇപ്പോൾ സ്പോർട്സ് പേഴ്സൺസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലോണം ആക്റ്റീവായിട്ടിരിക്കേണ്ട സംഭവമാണ് ലെഗ്. നമ്മുടെ ലെഗിലുള്ള എല്ലാ മസിൽ പാർട്സും. സോ എല്ലാവരും വർക്കൗട്ട് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് എല്ലാ പാർട്സിനായിട്ട് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ഇത് ഈസി ആയിട്ടുള്ള വർക്കൗട്ടാണ്. ഇതൊക്കെ അടുത്തൊരു വീഡിയോയിലാണ്.